ഏകദേശം 1,00,000-ഓളം ബേർഡ്സ് ഡിസംബർ മാസത്തോടെ ഇവിടെ കടന്നു വരുമെന്നാണ് കണക്ക്. കുരുത്തലയൻ വാത്ത അല്ലെങ്കിൽ കുരുത്തലയൻ താറാവ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ അത്ഭുത കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ കൂന്തംകുളം പക്ഷി സങ്കേതത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ് കൂന്തംകുളം പക്ഷി സങ്കേതം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേതങ്ങളിൽ ഒന്നായ ഈ കൂന്തംകുളം പക്ഷി സങ്കേതത്തിൽ 43 സ്പീഷീസിലധികം ജലപക്ഷികളും ആയിരക്കണക്കിന് മൈഗ്രേറ്ററി ബേർഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലമിംഗോസ്, പെലിക്കൻസ്, ബാർഹെഡഡ് ഗൂസ്, ഐബിസ് സ്പീഷീസുകൾ, ഡാർട്ടേഴ്സ്, ഡക്സ് തുടങ്ങിയ നിരവധി പക്ഷികളെ നമുക്ക് ഈ പക്ഷി സങ്കേതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷി വൈവിധ്യത്തിന്റെ അത്ഭുത ലോകത്തിലേക്ക് നമുക്ക് നീങ്ങാം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമിഴ്നാട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളും കൂടെയാണ് ഈ പക്ഷി സങ്കേതം പ്രകൃതിദത്തമായ രീതിയിൽ ഇവിടെ നിലനിർത്തി പോരുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിത തണ്ണീർത്തടമാണ്. ഒക്ടോബർ ആകുമ്പോൾ കനാലുകൾ വഴി ഈ തണ്ണീർത്തടത്തിൽ ജലം നിറയ്ക്കുന്നതാണ്. ആ സമയം ആകുമ്പോൾ തന്നെ പക്ഷികൾ മൈഗ്രേറ്റ് ചെയ്ത് ഈ തണ്ണീർത്തടത്തിൽ എത്തിത്തുടങ്ങും. ഇവിടെ കാണുന്ന പ്രധാന പക്ഷികൾ പെലിക്കൻസ്, അതുപോലെ ബാർഹെഡഡ് ഗൂസ്, ഐബിസ് സ്പീഷീസുകൾ, ഡാർട്ടസ് സ്പീഷീസുകൾ, ഡക്സ്, അതുപോലെ ഫ്ലെമിംഗോസ്, ഈഗ്രറ്റ് സ്പീഷീസുകൾ, റോബിൻസ്, സ്പാരോസ്, സ്പോട്ടഡ് ഡവ്, സാൻഡ് പൈപ്പേഴ്സ്, പെയിന്റഡ് സ്റ്റോക്ക്, ഇങ്ങനെ ധാരാളം പക്ഷികൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ആഴം കുറഞ്ഞൊരു ജലാശയമാണ്. അത് കാരണം ധാരാളം പക്ഷികൾക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇടപെടാൻ സാധിക്കും. ഈ കൂന്തംകുളം പ്രദേശവാസികൾ ദീപാവലിക്ക് പോലും പടക്കം പൊട്ടിക്കുകയോ പൂത്തിരി കത്തിക്കുകയോ ഇല്ല. കാരണം ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും ഈ പക്ഷികളെ ബാധിക്കരുത് എന്ന് കരുതിയാണ് ഇങ്ങനെ ഈ പ്രദേശവാസികൾ ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡ് ബേർഡായിട്ടുള്ള ബാർഹെഡഡ് ഗൂസ് ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മലയാളത്തിൽ കുരുത്തലയൻ വാത്ത അല്ലെങ്കിൽ കുരുത്തലയൻ താറാവ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഈ കൂന്തംകുളം പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് സൈബീരിയയിൽ നിന്നാണ്. ഈ സൈബീരിയ എന്ന് പറഞ്ഞാൽ വളരെ കോൾഡായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ തണുപ്പ് കൂടുന്നതനുസരിച്ച് അത് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തുന്നതാണ്. ഈ ബാർഹെഡഡ് ഗൂസ് മൈഗ്രേഷന് വളരെയധികം പേരുകേട്ട പക്ഷിയാണ്. കാരണം ഇത് ഏകദേശം 5000 മുതൽ 7000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ ഈ കൂന്തംകുളം പ്രദേശത്ത് ഇത് എത്തുന്നത്. ഇത് സൈബീരിയയിൽ നിന്നും ഈ പ്രദേശത്ത് എത്തുന്നത് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്ന് പറയുന്ന പക്ഷികളുടെ ഒരു മൈഗ്രേറ്ററി പാത്വേ ഉണ്ട്. അതുവഴിയാണ് നമ്മുടെ ഈ കൂന്തംകുളം പ്രദേശത്ത് എത്തുന്നത്. ഇത് ഏകദേശം 8 കിലോമീറ്ററിന് ഉയരെ വരെ ഇതിന് പറക്കാൻ സാധിക്കും. കാരണം ഇത് ഹിമാലയത്തിന് മുകളിലൂടെയാണ് ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. ഈ സൈബീരിയയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ടിബറ്റൻ പ്ലാറ്റ്യൂ, അതുപോലെ തന്നെ നോർത്തേൺ ചൈന, ഹിമാലയ, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ്. വളരെ ഉയരങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഓക്സിജൻ ഡെഫിഷ്യൻസി ഇതിന് പ്രശ്നമല്ല. അതിൻ്റെ ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാനുള്ള പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉയരത്തിൽ സഞ്ചരിച്ചിട്ടും അതിന് വേറൊരു ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാത്തത്. ഈ ബാർഹെഡഡ് ഗൂസിൻ്റെ തലയിൽ 2 കറുത്ത വരകളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബാർഹെഡഡ് ഗൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ കഴുത്തിന് ഇരുവശമായിട്ട് 2 വെളുത്ത വരകളുമുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത 71 മുതൽ 76 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. അതുപോലെ ഇത് ഒരു സമയത്ത് 3 മുതൽ 8 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഈ മുട്ടകൾ 28 മുതൽ 30 ദിവസം കൊണ്ട് വിരിയും. അതിൽ യങ്ങോൺസ് ഏകദേശം 55 മുതൽ 60 ദിവസം കൊണ്ട് പറക്കാനായിട്ട് പ്രാപ്തമാണ്. ഈ കൂന്തംകുളം പ്രദേശം കൃഷിയിടങ്ങൾ, തടാകങ്ങൾ, അതുപോലെ ജലാശയങ്ങളൊക്കെ നിറഞ്ഞതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയും അതുപോലെ ആട് വളർത്തലും കന്നുകാലി വളർത്തലും ഒക്കെയാണ്. 1994 ഇതിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഏകദേശം 1,00,000-ഓളം ബേർഡ്സ് ഡിസംബർ മാസത്തോടെ ഇവിടെ കടന്നു വരുമെന്നാണ് കണക്ക്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഈ ദേശാടന പക്ഷികൾ ഈ കൂന്തംകുളം ബേർഡ് സാങ്ച്വറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കൂന്തംകുളം ബേർഡ് സാങ്ച്വറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഏകദേശം ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ
ഈ പ്രദേശത്തെ ജലം വറ്റി തുടങ്ങും, വേനൽക്കാലമാകും. ആ വേനൽക്കാല സമയത്ത് ഈ പക്ഷികൾ തിരിച്ച് അവരുടെ ഹോം സ്റ്റേഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡ് ബേർഡ്സിൽ ഒന്നാണ് പിങ്ക് നിറത്തോടു കൂടിയ ഗ്രേറ്റർ ഫ്ലമിംഗോസ് അല്ലെങ്കിൽ വലിയ അരയന്ന കൊക്ക്. ഇത് ഗുജറാത്തിലെ കച്ച് പ്രദേശത്തിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികളിൽ പ്രധാനപ്പെട്ടവയാണ് സൈബീരിയയിൽ നിന്നും എത്തുന്ന ബാർഹെഡഡ് ഗൂസ്, അതുപോലെ നോർത്തേൺ യൂറോപ്പിൽ നിന്നും സൈബീരിയയിൽ നിന്നും എത്തുന്ന നോർത്തേൺ പിൻടെയിൽ അല്ലെങ്കിൽ വാലൻ എരണ്ട എന്ന് പറയുന്ന പക്ഷി, നോർത്തേൺ യൂറേഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന കോമൺ ടീൽ അല്ലെങ്കിൽ പട്ടക്കണ്ണൻ എരണ്ട എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. യൂറോപ്പിൽ നിന്നും എത്തുന്ന നോർത്തേൺ ഷോലർ അല്ലെങ്കിൽ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയും. ഐസ്ലൻഡിൽ നിന്നും എത്തുന്ന ബ്ലാക്ക് ടെയിൽഡ് ഗോഡ്വിച്ച്, അതുപോലെ യൂറോപ്പിൽ നിന്നും ഏഷ്യയുടെ ടെമ്പറേറ്റ് റീജിയനിൽ നിന്നും ഇവിടെ വരുന്ന കോമൺ സാൻഡ് പൈപ്പർ അല്ലെങ്കിൽ നീർക്കാട എന്ന് പറയുന്ന പക്ഷി, ആർട്ടിക് റഷ്യയിൽ നിന്നും എത്തുന്ന ലിറ്റിൽ സ്റ്റിൻഡ് അല്ലെങ്കിൽ മണലൂതിക്കുരുവി എന്ന് പറയുന്ന പക്ഷി, സെൻട്രൽ ഏഷ്യ, നോർത്തേൺ യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന കാസ്പിയൻ ടേൺ അല്ലെങ്കിൽ വലിയ ചെങ്കൊക്കൻ ആള, ഇതെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന പ്രധാനപ്പെട്ട മൈഗ്രേറ്ററി ബേർഡ്സിൽ പെട്ടവയാണ്. ഇവിടെ ഈ സാങ്ച്വറിയിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സസ്യമാണ് അക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട അക്കേഷ്യ നൈലോട്ടിക്ക. ഈ വിഭാഗത്തിലെ ചെടികൾ ഇത് പക്ഷികൾക്ക് കൂടുകൂട്ടാനും മുട്ടയിട്ട് വിരിയിക്കാനും തക്ക രീതിയിലാണ് ഇതിൻ്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ. അതുപോലെ തന്നെ ഈ ചെടി നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഉയർന്ന ക്വാളിറ്റിയുള്ള ചാർക്കോളായിട്ട് വരുന്നത് ഈ മരത്തിൻ്റെ ശിഖരങ്ങളാണ്. കന്നുകാലികൾക്കുള്ള തീറ്റയായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ മെഡിസിനൽ വാല്യൂ ഉള്ള വിഭാഗമാണ് അക്കേഷ്യ നൈലോട്ടിക്ക. ഈ ബേർഡ് സാങ്ച്വറി ഏകദേശം 320 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ നാങ്കുനേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ലാർജസ്റ്റ് റിസർവ് ഫോർ ബ്രീഡിംഗ് വാട്ടർ ബേർഡ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ഇന്റർനാഷണൽ ജേണൽ ഓഫ് സുവോളജി ആൻഡ് അപ്ലൈഡ് ബയോസയൻസസിന്റെ 2021 രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് ഇവിടെ 43 സ്പീഷീസ് ജലപക്ഷികൾ ഉൾപ്പെടെ 117 സ്പീഷീസാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ബാറ്റ്മാൻ ഓഫ് കൂന്തംകുളം എന്നറിയപ്പെടുന്ന ബാൽപാണ്ഡ്യൻ അവരുടെ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഇവിടെ 203 സ്പീഷീസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ ബേർഡ് സാങ്ച്വറിയിലെ 3 പ്രധാന വാച്ച് ടവറുകളിൽ ഒരെണ്ണമാണ്. ഏകദേശം 5 മീറ്ററോളം ഇതിന് ഉയരമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ പക്ഷികളെ വീക്ഷിക്കാനായി ഈ ബേർഡേഴ്സും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഈ സ്ഥലമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ ലഭിക്കുന്നതാണ് ഈ സാങ്ച്വറിയിൽ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളിൽ ഒന്നാണ് ഈ കൂന്തംകുളം പക്ഷി സങ്കേതം. തമിഴ്നാട്ടിൽ 20 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. 2021 ഈ കൂന്തംകുളം പക്ഷി സങ്കേതം റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത്. പ്രകൃതിയുടെ ഈ വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.